ദിവ്യമന്നയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 5 ഞായർ, ഉയർപ്പ് പെരുന്നാൾ. ചിന്താവിഷയം: ഉയർത്തെഴുന്നേൽപ്പ്, മരണത്തിന്മേലുള്ള ജയം. ക്രിസ്തീയ വിശ്വാസത്തെ നിസ്തുലവും അർത്ഥപൂർണവുമാക്കുന്ന ചരിത്ര സത്യമാണ് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം. പുതിയ നിയമ എഴുത്തുകാർ ഈ മഹാസംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് രൂപം നൽകിയത്. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം സംഭവിക്കാതിരുന്നെങ്കിൽ ക്രൈസ്തവ ചിന്തകൾ കേവലം പഴങ്കഥകൾ മാത്രമാകുമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന് അസന്നിഗ്ധമായി പറയുന്നത്. ഉയർപ്പ് നിഷേധിക്കാനാവാത്ത ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പോസ്തലന്റെ വാക്കുകളുടെ പശ്ചാത്തലം ഇതാണ്: യേശുവിന്റെ ഉത്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശില. അതിനാലാണ് അപ്പോസ്തലന്മാരുടെയും ആദിമസഭയുടെയും പ്രസംഗത്തിന്റെ മുഖ്യ പ്രമേയമായി യേശുവിന്റെ ഉത്ഥാനത്തെ പ്രഘോഷിച്ചത്. എക്കാലവും സഭ പറയുന്നതും ഇതുതന്നെയാണ്. ഇത് വർണ്ണനാതീതമാണ്. ഈ മഹത്തായ സത്യത്തെ മാനുഷിക നിർവചനങ്ങളിൽ പരിമിതപ്പെടുത്തുവാൻ കഴിയില്ല. അതിനാൽ ഉത്ഥാന സത്യത്തെ വിശദമാക്കുവാൻ പല വാക്കുകളും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നും സ്വീകരിച്ച ആംഗ്ലോ സാക്സൺ പദമായ ഈസ്റ്റർ എന്ന വിശേഷണം. അതിശൈത്യത്താൽ ഇലകൾ കൊഴിഞ്ഞ മരങ്ങളിലും ഭൂമിയിൽ കിടക്കുന്ന വിത്തുകളിലും പുതിയ മുകുളങ്ങളും ഇലകളും പൂക്കളും വിരിയുന്ന സുന്ദരമായ കാലഘട്ടത്തിലെ ആഘോഷവുമായി ബന്ധമുള്ള ഒരു പദമായിരുന്നു ഈസ്റ്റർ. യേശുവിന്റെ ഉയർപ്പിനെ വിശദീകരിക്കാൻ സഭ സ്വീകരിച്ച മനോഹരമായ ഒരു രൂപകമായി ഇതിനെ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഉണ്ടാകേണ്ട നവീകരണത്തെയും ഉത്ഥാനം അർത്ഥമാക്കുന്നു. ഉയർപ്പ് എന്ന മർമ്മം ഉൾക്കൊള്ളുവാൻ മനുഷ്യയ്ക്ക് പരിമിതിയുണ്ട്. എല്ലാ അർത്ഥത്തിലും പുതുജീവന്റെ പെരുന്നാളായി ഈസ്റ്ററിനെ കാണാം. ലോകത്തിൽ പുതിയ ചലനങ്ങളുണ്ടാക്കിയ ക്രിസ്തുമാർഗവും യേശു രൂപം കൊടുത്ത വിചാര വിപ്ലവവും അവനെ ക്രൂശിക്കുന്നതിൽ കൂടെ അവസാനിപ്പിക്കാം എന്ന് കരുതിയ റോമൻ ഭരണകൂടം യേശുവിന് നിന്ദ്യമായ ക്രൂശ് മരണം നൽകി. യഹൂദിയയിൽ തുടക്കമിട്ട എല്ലാ ചിന്താധാരകൾക്കും ഇതോടെ അറുതി വരുത്താമെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അവരുടെ ധാരണകളെ പൂർണ്ണമായി തിരുത്തി മരണത്തിന്മേൽ യേശു ജയം നേടി. ഇപ്രകാരം ഉത്ഥാനം എന്ന മഹാസംഭവത്തിന് ചരിത്ര സാക്ഷ്യമായി. ഉയർപ്പിന്റെ ഏറ്റവും വലിയ തെളിവ് അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ അവർ സധൈര്യം ഈ മാർഗത്തെ പിന്തുടർന്നു. ആരുടെ മുമ്പിലും അറിഞ്ഞ സത്യം പങ്കിടുവാൻ ശിഷ്യഗണവും വിശ്വാസമൂഹവും ധൈര്യപ്പെട്ടത് ബുദ്ധിതന്റെ സാന്നിധ്യം കൊണ്ടാണ്. സത്യത്തിന്റെയും ശാന്തിയുടെയും ധർമ്മത്തിന്റെയും മാർഗമാണ് ആത്യന്തികമായി വിജയിക്കുന്നത്. ഉയർപ്പ് പെരുന്നാൾ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുത്തൻ ചിന്തകൾ നമ്മിൽ ഉണർത്തുവാൻ ഉത്ഥാന സത്യത്തിന് കഴിയും. ഭയത്തിന്റെയും നിരാശയുടെയും മാറാലകൾ മാറ്റി പ്രകാശപൂർണമായ അനുഭവം ഉയർപ്പ് പ്രദാനം ചെയ്യുന്നു. ഇന്നത്തെ വേദഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാം പാഠഭാഗം യെഹെസ്കേൽ 37 1 മുതൽ 14 വരെ. ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ നിന്നുകൊണ്ട് ദൈവിക നിർദ്ദേശപ്രകാരം പ്രവാചകൻ പറയുന്ന വാക്കുകളാണ് വേദഭാഗം. വരണ്ട ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുമെന്ന പ്രവചനം ശ്രദ്ധേയമാണ്. നിർജീവമായ സാഹചര്യങ്ങൾക്ക് ജീവൻ നൽകാൻ ദൈവത്തിന് കഴിയുമെന്ന സത്യമാണ് ഇവിടെ പ്രഘോഷിക്കുന്നത്. അപ്രകാരം സംഭവിക്കുന്നതായി കാണുന്നു. സമൂഹത്തിന്റെ നവീകരണവും മരണാനന്തര പ്രത്യാശയുടെ ദർശനവും ഇവിടെ കാണാം. രണ്ടാം പാഠഭാഗം 1 കൊരിന്ത്യർ 15 20 മുതൽ 28 വരെ. യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ മരിച്ചവർക്ക് ഉയർപ്പുണ്ടാകുമെന്ന ആത്മീയ സത്യം മറകൂടാതെ വേദഭാഗത്ത് വിവരിക്കുന്നു. കൊരിന്ത്യ സഭയിൽ മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് ഉണ്ടായ സന്ദേഹങ്ങൾക്ക് നൽകുന്ന തെളിവാർന്ന മറുപടിയാണ് അപ്പോസ്തലന്റെ വാക്കുകളിൽ കേൾക്കുന്നത്. യേശുക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ അസന്നിഗ്ധമായി പറയുമ്പോൾ ഉത്ഥാനമെന്ന സത്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ലേഖനഭാഗം റോമർ 6 1 മുതൽ 11 വരെ.
യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തോട് അനുരൂപപ്പെടുന്ന സ്നാപനത്തിന്റെ ആത്മീയ അർത്ഥം അപ്പോസ്തലൻ വിശദീകരിക്കുന്നതാണ് വേദഭാഗം. യേശു മരിച്ചിട്ട് ഉയർത്തതുപോലെ എന്ന് അപ്പോസ്തലൻ എഴുതുമ്പോൾ കർത്താവിന്റെ ഉദ്ധാനത്തെ വ്യക്തതയോടെ പ്രഖ്യാപിക്കുന്നു. നാം അവനായി ജീവിക്കണമെന്ന ആഹ്വാനവും ശ്രദ്ധേയമാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് 16:1-11 വരെ. ലോക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ സംഭവമാണ് യേശുക്രിസ്തുവിന്റെ ഉദ്ധാനം. 4 സുവിശേഷകരും അവരുടെ ഭാഷകളിലും നിറങ്ങളിലും ഇത് വിവരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിന്റെ സന്ദേശത്തെ പ്രസക്തമാക്കുന്നതാണ് യേശുവിന്റെ ഉയർപ്പ്. പുരോഹിത മേധാവികളുടെ സ്വാർത്ഥ താൽപര്യം, പീലാത്തോസിന്റെ ഭീരുത്വം, റോമൻ പടയാളികളുടെ ക്രൂരത, കാഴ്ചക്കാരുടെ നിർവികാരത, നിസ്സംഗത തുടങ്ങിയ അനേകം ഘടകങ്ങൾ യേശുവിന്റെ ക്രൂശുമരണത്തിന് കാരണമായി. യേശു ലോകത്തിന് കാണിച്ച പുതിയ വെളിച്ചത്തെ തമസ്കരിക്കാമെന്ന് കരുതിയവർക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു അവന്റെ ഉദ്ധാനം. ലോകത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ സംഭവമാണ് കർത്താവിന്റെ ഉയർപ്പ്. തന്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും യേശു പറഞ്ഞിരുന്നു. എങ്കിലും അതിനെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കർത്താവിനെ അനുഗമിച്ചവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും തികഞ്ഞ സഹിഷ്ണുതയോടെയാണ് യേശു അവരെ വീക്ഷിച്ചത്. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് ഉയർപ്പിന്റെ സവിശേഷതകളും അത് നൽകുന്ന അനുഗ്രഹങ്ങളും കാണുന്നു. 3 വസ്തുതകൾ ചിന്തകൾക്ക് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. 1. ഭീതി അകറ്റിയ ഉദ്ധാനം. കർത്താവിന്റെ ക്രൂശുമരണത്തിന് ശേഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മൃതശരീരം കാണുവാൻ ഗലീലയിലെ സ്ത്രീകൾ കല്ലറയിലെത്തുന്ന സംഭവമാണ് വിശുദ്ധ മർക്കോസ് പറയുന്നത്. കർത്താവ് ഉയർക്കുമെന്ന വിശ്വാസത്താൽ അല്ല അവർ അവിടെ ആഗതമായത്. യോഹന്നാൻ ഈ വസ്തുത മറകൂടാതെ പറയുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ക്രൂശീകരണ സംഭവം യേശുവിന്റെ അസാന്നിധ്യവും അവരിൽ ഭയവും ആകുലതകളും സൃഷ്ടിച്ചിരുന്നു. അവിടെ രൂപപ്പെട്ട അസ്വസ്ഥതകളുടെ ആഴം വളരെയാണ്. വിശുദ്ധ ലൂക്കോസ് പറയുന്നത്, ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഉദ്ധാന സത്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ പരിമിതി ഉണ്ടായിരുന്നെങ്കിലും അവരിൽ നിന്നും ഭീതിയുടെ കരിനിഴൽ മാറുന്നതായി കാണുന്നു. ഈ സ്ത്രീകളോട് ദൂതൻ പറയുന്ന വാക്കുകളുടെ കവിഭാവന മഹാകവി പുത്തൻകാവ് മാത്തൻതരകൻ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പേടിച്ചിടേണ്ട മാന്യമാനിനിമാരെ നിങ്ങൾ, തേടിടും മഹാത്മാവി രംഗത്തിലെങ്ങുമില്ല. മംഗളാത്മകൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഭംഗിയോ മൃതന്മാരിൽ തേടുന്നത് അമരനെ. നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് ഉയർത്തിരിക്കുന്നു. മരണമില്ലാത്തവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത് ഭംഗിയാണോ എന്ന് ദൂതന്മാർ ചോദിക്കുന്നു. ഇവയെല്ലാം മനുഷ്യന്റെ ആശങ്കകളുടെ അകറ്റുന്ന സന്ദേശവും ഭയപ്പാട് നിറഞ്ഞ ലോകത്തിന് ഒരു മംഗളവാർത്തയുമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്ത്രീയെ കരയുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. ഉദ്ധിതനായ കർത്താവിന്റെ ആർദ്രമായ ഈ വാക്കുകൾ സകല വിഹുലതകളും അവസാനിപ്പിക്കാൻ പര്യാപ്തമാണ്. യേശുവിന്റെ ഉദ്ധാനത്തിൽ കൂടെ അവൻ ഏവർക്കും സമീപസ്ഥനാണെന്ന സത്യവും ഇത് വെളിപ്പെടുത്തുന്നു. ഭയത്തോടെ ദൈവത്തെ വീക്ഷിച്ചിരുന്നവർക്ക് ഭയരഹിതമായി ദൈവസന്നിധിയിൽ വരുവാൻ കാരണമാകുമെന്ന സന്ദേശമാണ് യേശുവിന്റെ ഉദ്ധാനം നൽകുന്നത്. യോഹന്നാൻ 20:20 കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് കാണുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു അവരുടെ ദുഃഖഭാവങ്ങളെ അകറ്റി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. എബ്രായർ 4:16 പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. കർത്താവിന്റെ ഉദ്ധാനത്തിൽ കൂടെ യാതൊരു ഭേദവും കൂടാതെ ഏവർക്കും അവന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ പദവി ലഭ്യമായിരിക്കുന്നു. ഭയത്തോടെ ദൈവത്തെ വീക്ഷിച്ചിരുന്നവർക്ക് ഇത് വാക്കുകൾക്ക് അതീതമായ പ്രത്യാശയാണ് നൽകുന്നത്. മനുഷ്യൻ എപ്പോഴും ഭീതി ഉളവാക്കുന്ന മരണത്തിന്റെ മുമ്പിൽ യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറ ഉയർത്തുന്നത് ഒരു വെല്ലുവിളിയാണ്. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീ ഇല്ലാതാക്കി, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പാക്കി. ഈ പ്രാർത്ഥനയുടെ അർത്ഥം വിശാലവും ഭയം അകറ്റി പ്രത്യാശ ഉളവാക്കുന്നതുമാണ്. 2. വിശ്വാസത്താൽ അറിയേണ്ട ഉദ്ധാനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മഗ്ദലന മറിയം തിരിച്ചറിഞ്ഞപ്പോൾ യേശു അവളോട്, എന്നെ തുടരുതെന്ന് പറയുന്നു. ഈ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്.
എന്നെ തൊടരുത് എന്ന് പറഞ്ഞത് പുനരുദ്ധാന ശരീരമായതുകൊണ്ടല്ല, സ്പർശിക്കരുതെന്ന അർത്ഥത്തിലുമല്ല. സ്പർശനങ്ങൾക്കപ്പുറമായ വിശ്വാസത്താൽ കർത്താവിനെ അറിയണം എന്ന ആശയമാണ് യേശുവിന്റെ വാക്കുകൾക്കുള്ളത്. കർത്താവുമായുള്ള കൂട്ടായ്മ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ തുടരേണ്ട അനുഭവമാണ്. ഉദ്ധാനത്തിൽ കൂടെ അവൻ നിത്യമായി നമ്മോടുകൂടെ ഉണ്ട്. ആ സത്യത്തെ തിരിച്ചറിഞ്ഞ വിശ്വാസാനുഭവങ്ങളിൽ കർത്താവിനെ ദൃശ്യമാക്കണം. ഉദ്ധിതനായ യേശുവിനെ ലോകം തിരിച്ചറിയേണ്ടത് അവന്റെ ശരീര സാന്നിധ്യത്തിൽ കൂടെയല്ല, വിശ്വാസികളുടെ ജീവിതത്തിലും സാക്ഷ്യത്തിലും കൂടെയാണ്. ഇത് വാസ്തവമായി നിറവേറ്റിയതിനാലാണ് സഭ വളർന്നത്. ഉദ്ധിതനായ യേശു എന്ന ചരിത്ര സത്യത്തെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എപ്പോഴും തന്റെ പ്രഭാഷണങ്ങൾക്കും ചിന്തകൾക്കും വിഷയമാക്കിയിരുന്നു. ഉദ്ധാനത്തിന്റെ ഭൗതിക തെളിവുകളേക്കാൾ വിശ്വാസത്തിന്റെ അനുഭവം നമുക്ക് അനിവാര്യമാണ്. 3. ഉദ്ധാനം പരമേൽപ്പിക്കുന്ന ദൌത്യം. യേശു മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നത്, നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുക വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളി. ഉദിതനായ യേശു ഒരു വലിയ ദൌത്യമാണ് അവരെ പരമേൽപ്പിക്കുന്നത്. മഗ്ദല മറിയെക്കുറിച്ച് അവൾ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി തീർന്നു എന്നൊരു വേദവ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനോടുള്ള അവളുടെ അദമ്യമായ സ്നേഹത്തിന്റെയും ആദരവിന്റെയും പ്രതിഫലമായി ഇതിനെ കാണാം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുത നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സാക്ഷിക്കുവാൻ കർത്താവ് നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ഈ ദൌത്യം എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കല്ലറയ്ക്കൽ എത്തിയ സ്ത്രീകളോട് കർത്താവ് പറയുന്ന വാക്കുകൾ. ഉദ്ധാനം ചെയ്ത യേശുവിന്റെ സാന്നിധ്യം ലോകത്തിന് പകർന്നു കൊടുക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നിയോഗം പോലെ അറിഞ്ഞ സത്യം അവർ പങ്കിട്ടു. അത് സൃഷ്ടിച്ച ചലനവും തുടർ ചലനങ്ങളും വളരെ വിസ്തൃതമായിരുന്നു. ക്രൈസ്തവ സഭ എക്കാലവും ഈ സത്യത്തിന്റെ പ്രഘോഷകരാണ്. ലോകത്തിന്റെ ഭീതിജന്യമായ അനുഭവങ്ങളെ അകറ്റി സമാധാനം പകരുവാൻ ഉദ്ധിതൻ നിയോഗത്തിന് കഴിയുമെന്ന് കാലം തെളിയിച്ചു. പ്രസിദ്ധ ചിന്തകനായ ബെർട്രാൻഡ് റസ്സൽ പറയുന്നത്, ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും തിന്മകൾക്കും ഒരേ ഒരു പരിഹാരം, അത് ക്രിസ്തീയ സ്നേഹവും പുനരുദ്ധാനത്തിന്റെ സന്ദേശവുമാണ്. ബെർട്രാൻഡ് റസ്സൽ ഒരു ക്രൈസ്തവ ചിന്തകനോ അനുഭാവിയോ അല്ലായിരുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിസ്തുലതയും അതിന്റെ പ്രായോഗികതയും അത് എത്തിച്ചേർന്ന സ്ഥാനങ്ങൾ വരുത്തിയ വ്യതിയാനങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയതിനാലാണ് ഇപ്രകാരം പറഞ്ഞത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എല്ലാ സ്ഥാനങ്ങളിലും പ്രതിനിധീകരിക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അവിടെ നാം പരാജയപ്പെടരുത്. എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. പ്രസിദ്ധമായ വാക്കുകൾ നാം നിർവഹിക്കേണ്ട സാക്ഷ്യത്തെ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്ന് പറയുന്നതും ഈ അർത്ഥത്തിലാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാക്ഷികളായി നാം ജീവിക്കുമ്പോഴാണ് ഉയർപ്പ് ലോകത്തിന് മനസ്സിലാകുന്നത്. യേശുവിന്റെ ഉദ്ധാനം മരണത്തിന്മേലും പാപത്തിന്മേലും തിന്മയുടെ മേലുള്ള വലിയ വിജയമാണ്. മഹത്തായ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഉയർപ്പ് പെരുന്നാൾ നമ്മെ ധന്യതയിലേക്ക് നയിക്കുവാൻ സഹായിക്കട്ടെ. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ വിശിഷ്ടമായ ഒരു പാരമ്പര്യമുണ്ട്. ഈസ്റ്റർ മുതൽ സ്വർഗാരോഹണം വരെയുള്ള 40 ദിവസങ്ങളിൽ വൈദികരും വിശ്വാസ സമൂഹവും തമ്മിൽ അഭിവാദ്യം ചെയ്യുന്നത് ക്രിസ്റ്റോസ് വസ്ക്രൈസേ എന്നാണ്. അർത്ഥം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തിരിച്ചഭിവാദ്യം ചെയ്യുന്നത് വാ ഈസ്റ്റിനു വക്രേസേ, സത്യമായും ഞാനത് വിശ്വസിക്കുന്നു എന്നാണ്. ഈ ആശംസ നമുക്ക് പ്രസക്തമാകുവാൻ ദൈവം സഹായിക്കട്ടെ.